മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങും. കൊള്ളാം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്നൊരാൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകും. മിഡ് വീക്ക് എവിക്ഷൻ നടക്കുകയാണ്. അത് ആരാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മീഡിയക്കാരനുണ്ട്, അനുമോളെ പൊക്കിക്കൊണ്ട് പോയി അനുമോക്ക് കപ്പ് മേടിച്ചു കൊടുക്കണം, അനുമോൾ എന്ത് കാണിച്ചാലും അത് നല്ലതാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സമ്മറേട്ടനുണ്ട്. എന്റെ പൊന്നടാവേ, ഇങ്ങാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നാ തള്ളാടോ നിങ്ങൾ തള്ളുന്നത്. ഇങ്ങനെ അനീഷിനെതിരെ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ആ വീഡിയോയിൽ അനീഷ് ഈ പറയുന്ന അനുമോളെ കൂട്ട ആക്രമണം നടത്തിയ സമയത്ത് ഒന്നും മിണ്ടിയില്ല. അനുമോളോട് ഈ റീ എൻട്രി ആയിട്ട് കയറി വന്നവരൊക്കെ പറഞ്ഞില്ലായിരുന്നോ, കയ്യും കാലും കാണിച്ച് നീ അനീഷ് ഏട്ടനെ വീഴ്ത്തിയില്ലോടി എന്നൊക്കെ ചോദിച്ച സമയത്ത് അനീഷ് ഒന്നും മിണ്ടിയില്ല, അനീഷ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല എന്റെ പൊന്ന് സമറേട്ടാ, നിങ്ങൾ അന്നത്തെ വിഷയം വല്ലതും കണ്ടാണോ? ലൈവ് കണ്ടാണോ? നിങ്ങൾ ലൈവ് കണ്ടിട്ടാണല്ലോ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് മറ്റേ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടോണ്ടിരിക്കുന്നത്. അന്ന് ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് അനീഷ് ഉറക്കമല്ലായിരുന്നു. അന്ന് അവിടെ ബഹളം ഉണ്ടാകുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ അനീഷ് അവിടെ കയറി ഉറങ്ങിക്കഴിഞ്ഞു. ഇത് സംഭവം നടക്കുന്നത് 12 മണി തൊട്ട് 3 മണി വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളാണ്. നമ്മളൊക്കെ ലൈവ് കണ്ടതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറയുന്ന അനീഷ് വന്നിട്ട് അത് ഇടപെട്ടില്ല എന്ന് പറയുന്നത് എന്ത് എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയുമ്പോ അങ്ങ് കാച്ചി വിടുകയാണ്. അതിന് ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം എന്തുവാ വേറെ പിന്നെ ബീഹാറിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് കേട്ടു നോക്കിയേ. ഈ റീ എൻട്രി ബിഗ് ബോസിലേക്ക് വന്നല്ലോ, മറ്റു കണ്ടസ്റ്റൻസ് വന്ന സമയത്ത് അനുമോൾ കയ്യും കാലും ഒക്കെ കാണിച്ച് അനീഷേട്ടനെ ചതിച്ചു എന്ന് ഉൾപ്പെടെയുള്ള സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് അനുമോൾക്കെതിരായിട്ട് അവിടെ വന്ന കണ്ടസ്റ്റൻസിൽ പലരും ഉന്നയിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അനീഷിനെയാണ്. അതായത് ഞാൻ വിചാരിച്ചു അനീഷ് കുറഞ്ഞ പക്ഷം നിങ്ങൾ ആരും അനുമോൾ ഒന്നും പറയണ്ട, അത് എനിക്ക് തോന്നിയ ഇഷ്ടമാണ്, അത് കഴിഞ്ഞു, നിങ്ങൾ ആരും ഇനി ആ വിഷയം സംസാരിക്കേണ്ട, ഞാനും അനുമോളും തമ്മിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വാക്ക്, അതിൽ കൂടുതൽ സപ്പോർട്ട് ഒന്നും കൊടുക്കേണ്ടതില്ല, നിങ്ങൾ ഇനി ഇവിടെ ആരും സംസാരിക്കേണ്ട, അത് ഞാനും അനുമോളും തമ്മിൽ തീർത്താണ്, ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും അനുമോളിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ല എന്ന ഒരു വാക്ക്, ഒരു ഡയലോഗ് ഈ വിഷയത്തിൽ അനീഷ് പറയുമെന്ന് പ്രതീക്ഷിച്ചു. പറഞ്ഞില്ല എന്ന് അനീഷ് പറഞ്ഞതല്ലയോ? ഞാൻ എവിടെ കൊണ്ടാ കേട്ടത്? ഇതിനു മുമ്പ് തന്നെ അനീഷ് ആ കാര്യം പറഞ്ഞിട്ടില്ലേ? അനീഷ് പറഞ്ഞിരുന്നു, മുൻഷിയൊക്കെ ഈ ഒരു കാര്യം എടുത്തിട്ടപ്പോ പറഞ്ഞിരുന്നു, അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു സംഭവമാണ്, അത് ഞങ്ങൾ പറഞ്ഞ് അവിടെ വെച്ച് തീർത്തു, അതിൽ മൂന്നാമത് ഒരാടെ കാര്യമില്ലെന്ന് അനീഷ് പറഞ്ഞതല്ലേടോ? അതൊന്നും താങ്കൾ കേട്ടില്ലേ? പിന്നെ അവിടെ ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അനീഷ് അവിടെ ഇല്ല, ഉണ്ടായിരുന്ന അനീഷ് അത് ഇടപെട്ടിരുന്നേനെ. അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയോ? നിങ്ങളുടെ വീഡിയോയുടെ താഴെ കുറെ എണ്ണം വന്ന് നിങ്ങളുടെ കമന്റ് ഇട്ട് തള്ളുന്നുണ്ടല്ലോ. അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇപ്പോഴും അനുമോളുടെ ഭാഗത്തെ സത്യങ്ങളും നീതിക്കും വേണ്ടി ഞാൻ സംസാരിക്കും. പക്ഷെ അനുമോൾ കാണിക്കുന്ന എല്ലാ ചെറ്റത്തരങ്ങളും സമ്മതിച്ചു തരാൻ അങ്ങോട്ട് പറ്റത്തുമില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അനുമോൾ എന്തോ നന്മപരമാണ്, അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അനീഷാണ് എല്ലാം തെറ്റ് ചെയ്തത്, അനീഷ് ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന അനുമോളുമായിട്ട് പ്രേമം കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു വീഡിയോ കൂടെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ഈ ഒരു ഫൈനൽ സമയത്ത് ഡീഗ്രേഡ് ചെയ്ത് താക്കണം. അന്ന് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അനീഷ് അവിടെ ഇല്ല, ആ ഒരു സ്ഥലത്തേ ഇല്ല. സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ സാധാരണ ഇങ്ങാർക്ക് പോലും അറിയാം, ഈ വീഡിയോ ഇട്ട് ഇങ്ങാർക്ക് പോലും അറിയാം അനീഷ് അതിൻ്റെ അകത്ത് ഇടപെട്ടേനെയും അനീഷ് അവിടെ സംസാരിച്ചേനെയും എന്ന് ഇങ്ങാർക്ക് തന്നെ അറിയാം. അനീഷ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇടയിൽ കയറി അങ്ങനെ പറഞ്ഞേനെ, ഈ അനീഷ് പറഞ്ഞേനെ ഈ പ്രശ്നം ഇവിടെ വേണ്ട, എന്തിനാണ് ആ ഒരു വിഷയം എടുത്തിടുന്നത്, അതവിടെ നിർത്തിക്കുമെന്ന് അനീഷ് പറഞ്ഞേനെ. എന്നിട്ട് ഇങ്ങാര് വേറെ എന്തൊക്കെയോ റൂട്ടിലോട്ടാണ് ഈ കാര്യത്തെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ബാക്കി അനീഷ് പറയുമെന്ന് പ്രതീക്ഷിച്ചു. പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അനുമോളെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ ആൾക്കൂട്ട വിചാരണയുണ്ട്. ഇപ്പോഴതൊക്കെ വളരെ കുറവാണ് കേട്ടോ ഉത്തരേന്ത്യയിൽ. ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ഒരാളെ പിടിച്ച് നമ്മുടെ ഒരു സ്ഥലത്തോട്ടങ്ങ് ഇരുത്തും, നാട്ടുകാർ ചുറ്റും വളഞ്ഞു നിന്നിട്ട് ചോദ്യം ചെയ്യും, ഇതിനിടയിൽ തല്ലും, ചിലപ്പോൾ തല്ലി കൊന്നുകളയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മധുവിനെ കൈ കെട്ടി വെച്ചിട്ട് ആ പാവം മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ ആൾക്കൂട്ട വിചാരണയെ ഓർമ്മിപ്പിക്കും വിധം ബിഗ് ബോസിനകത്ത് അനുമോളെ ഒരു സോഫയിൽ ഇരുത്തിയിരിക്കുന്നു, ബാക്കി എല്ലാവരും ചുറ്റി നിന്നിട്ട് അങ്ങോട്ട് മറ്റേ കഴുകൻ മാംസം കൊത്തി വലിക്കുന്നത് പോലെ കൊത്തി വലിക്കുകയാണ്. ഇവിടെ ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുകയും ചെയ്തു, ഇപ്പോൾ അനുമോൾ തമ്മിലുള്ള നമ്മൾ കണ്ടത് അനവാസി എത്രയോ തവണ പ്രശ്നമാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്തു, അനുമോളുടെ നെഞ്ചത്തോട്ട് എല്ലാവരും കൂടെ അങ്ങ് പോയി. അനീഷേട്ടന്റെ കേസൊക്കെ ഒരക്ഷരം അനീഷ് പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണത്തിൽ ഈ പറയുന്ന അനുവിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അനീഷ് വന്നില്ല, അനീഷ് നോക്കിയില്ല, അനീഷ് കണ്ടില്ല എന്നൊക്കെയാണ് ഇങ്ങനെ വച്ച് കാച്ചുന്നത്. എടോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ, അത് വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ അത് ബിഗ് ബോസ് പോലും അതിനകത്ത് ഇടപെട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഈ അനുമോള് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ബിൻസി ആ ഒരു കാര്യം ചോദിച്ചത്. ബിൻസിയെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ പെങ്കൊച്ചിന് വെളിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇവർ പറഞ്ഞ കാര്യം. അപ്പൊ എനിക്കും അതുണ്ട്, ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോംബോയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അനുമോടെ ഭാഗത്ത് നിന്ന് ഈ കുലസ്ത്രീ അങ്ങനെ ചമഞ്ഞ് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അനുമോള് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ പറയുന്ന ശൈത്യയും ഈ പറയുന്ന ആദിനെയും പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ അത് കേട്ടിട്ടാണ് മറ്റുള്ളവരോട് പറഞ്ഞെന്ന് പറയുന്നത്. ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. പിന്നെ ആ സമയത്ത് അനീഷ് വന്ന് ആൾക്കൂട്ട വിചാരണത്തിന് ഇട്ടുകൊടുത്തപ്പോൾ അനീഷ് വന്നില്ല എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് പ്രശ്നങ്ങളും രാത്രി നടക്കുന്നതിൻ്റെ അകത്ത് അനീഷ് ഇല്ല. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തും അനീഷ് എന്താണ്, ഉറക്കത്തിലായിരുന്നു. അനീഷ് ഉറങ്ങുകയാണെന്നുള്ളത് വീഡിയോയിലൂടെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവരവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനീഷ് ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ എന്ത് ലോജിക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്?
പിന്നെ വേറൊരു വിഷയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളിലോ പോയി ഇടപെടുന്ന ഒരു വ്യക്തിയല്ല ഈ അനീഷ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ കാണുന്ന, അദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അത് ഈ ബിഗ് ബോസ് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് അറിയത്തില്ലയോ ഇത്? പിന്നെ ഒരാൾക്കെതിരെ ഒരു പിന്നിൽ നിന്ന് കുത്ത്, മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുക, ഇതൊന്നും അദ്ദേഹത്തിനുള്ളതല്ല. അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നി, അത് അനുമോളോട് പറഞ്ഞു. അനുമോളെ അതുപോലെ അങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടന്നിരുന്നു. അനുമോളും തിരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് സത്യമാണ്. ഈ ഒരു വിഷയം അനീഷിന്റെ മുമ്പിൽ വെച്ച് നടക്കുകയായിരുന്നെങ്കിൽ അനീഷ് അത് ഇടപെട്ടിരുന്നേനെ. പിന്നെ ഇങ്ങാര് വന്നിരുന്നിട്ട് അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടി അനീഷിനെ താഴ്ത്തി കെട്ടണ്ട. അനുമോളെ നിങ്ങൾ വെളുപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു സമയത്ത് അനീഷിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അനീഷ് എന്തുകൊണ്ട് അതിനകത്ത് ഇടപെട്ടില്ല? അനീഷ് കാണിച്ചത് അപ്പൊ ഫേക്ക് പ്രേമമാണ്, ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കരുത്. ഒരു മനുഷ്യന്റെ വികാരം തോന്നുന്നത് ഈ പറയുന്ന അനുമോള് കാണിച്ച പല കാര്യങ്ങളിൽ നിന്നുമാണ് അതുണ്ടായത്. ഓക്കെ, അനീഷിനൊരു ഇഷ്ടം തോന്നുന്നു, അത് ഉണ്ടാകുന്നതിന് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അതിനെ പോലും വെച്ചിട്ട് ഇങ്ങനൊരു ഗെയിമാണ്, അതെന്തോ പറയുന്നത്, അനുമോക്കെതിരെ കളിക്കാൻ അതെടുത്ത് ഉപയോഗിച്ചു. ഒന്നുമല്ല. അയ്യോ, എന്തൊക്കെയാണോ താൻ പറഞ്ഞു വെക്കുന്നത്? തനിക്ക് എന്തെങ്കിലും 10 പൈസ ഈ പിന്നെ അനുമോന്റെ PR ഒക്കെ കണ്ടിട്ട് വല്ല കിട്ടുന്നുണ്ടെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരുമാതിരി പണി കാണിച്ചു വെക്കല്ലേ. കേട്ടോ, പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു സത്യസന്ധത വേണം. ചുമ്മാ വെച്ചിരുന്ന് കാച്ചരുത്. ഇതാണ് എനിക്ക് ഇങ്ങാരോട് പറയാനുള്ള ഒരു കാര്യം. ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങ് പ്രതികരിച്ചു പോയതാ. ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? അനുമോള് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ അനുമോക്ക് കപ്പ് കിട്ടും, അനീഷ് കളിക്കുന്നുണ്ടെങ്കിൽ അനീഷിന് കിട്ടും. പക്ഷെ ഇതുപോലത്തെ ഒരുമാതിരി വൃത്തിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആ കാര്യത്തെ വേറൊരു രീതി കൊണ്ട് ചിത്രീകരിച്ചിട്ട് ഒരു കപ്പ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന PR ആണെങ്കിൽ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. വേറൊരു പ്രൊമോ വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഒരു എവിഷൻ ഉണ്ട്, മിഡ് വീക്ക് എവിഷൻ ഉണ്ട്. ഈ എവിഷനിലൂടെ പുറത്തു പോകുന്നത് മറ്റാരുമല്ല, ആദിലയാണ് പുറത്തു പോകുന്നത്. ആദിലയൊക്കെ പുറത്തു പോകത്തില്ല, ടോപ്പ് 7 ആണ്, ഞങ്ങൾ ഇനിയും ലാലേട്ടന്റെ കയ്യും പിടിച്ച് ഈ പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുമെന്നൊക്കെ വാചകം അടിച്ചുകൊണ്ട് ഇന്നലെ ഈ പറയുന്ന അനുമോളോട് ബഹളം ഉണ്ടാക്കുകയും അനുമോളോട് പൊട്ടിത്തെറിച്ച് മാറി നിൽക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അനുമോളോട് ഒന്നിച്ചു. പിന്നെ ഇന്ന് രാവിലെ ഒരു ടാസ്കിന്റെ ഇടയിൽ ഈ പറയുന്ന അനുമോക്കിട്ട നല്ലൊരു കൊട്ടു കൊടുത്തു. ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇവരുടെ വിഷയങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്തതാണ്. ഇനി അവസാന സമയമാണ്, നിങ്ങൾ ഒന്നിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഒന്ന് കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് വിട്ടതാണ്. ഇന്നലെ കയ്യും പിടിച്ച് തേരാപ്പാര നടക്കുമ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്നോട് ഇതിനു മുമ്പ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചവരാണ് ഇവർ, എന്നിട്ട് ഇപ്പൊ കണ്ടോ ടോപ്പ് 7 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പ്ലേറ്റ് മാറ്റി എന്ന രീതിയിൽ അക്ബർ അപ്പാനിയോട് പറയുന്നുണ്ട്. എന്നാൽ രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ആ ഒരു ടാസ്കിൽ ഈ പറയുന്ന ഈ ആദില ഈ അനുമോക്കിട്ട് ഒരു കൊത്തങ്ങോട്ട് കുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ആരോടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ സോറി പറ, ആരോടെങ്കിലും താങ്ക്സ് പറയാനുണ്ടെങ്കിൽ അത് പറ എന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. അതനുസരിച്ച് ആദില ആദ്യം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആരിന്റെ പേര് പറഞ്ഞ് സോറി പറയുന്നുണ്ട്. അതായത് ആദിലയുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു സോറി. അതായത് നൂറയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട്, നൂറയുടെ ആ ഒരു ഇങ്ങനെ നോക്കി ഇങ്ങനെ വെച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോറി പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ താങ്ക്സ് പറയുന്ന സമയത്ത് ഈ ആദില അനുമോക്കെതിരെ ഉപയോഗിച്ച കാര്യങ്ങൾ പലതും എന്താ പറയാ, ഒരു പ്രത്യേകതരം രീതിയിൽ അനുമോളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിലായിരുന്നു. അത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്കത് പറയാനുള്ളത്. അത് ആദില കാണിച്ചത് വളരെ മോശം തന്നെയാണ്. കാരണം എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് ഇനിയും 3 ദിവസമേ ഉള്ളൂ, നിങ്ങൾ ഒന്നിച്ചു പോകുക എന്ന് പറഞ്ഞ് ഷാനവാസ് ക്ലിയർ ചെയ്ത് വിട്ട ഒരു വിഷയത്തെ പിന്നെയും അത് കൊണ്ടുവന്ന് വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് അത് പ്രേക്ഷകരുടെ മുമ്പിലും അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളുടെ മുമ്പിലേക്കും ഒരു ഇതിനു വേണ്ടി ഇട്ടുകൊടുത്ത ആദിലയുടെ ആ ഒരു ചീപ്പ് നാടകം, അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു മെന്റാലിറ്റി, അവരുടെ ആ മനസ്സിലുള്ള വിഷം അവർ തുപ്പി. അതാണ് എനിക്ക് അവിടെ പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിനുവേണ്ടി ശ്രമിച്ച, ഇവരെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ജിഷിൻ, ഒനിയൽ, അതോടൊപ്പം തന്നെ ഈ അഭിലാഷ്, അവർക്കൊക്കെ ഒരു തിരിച്ചടിയായി മാറി. പ്രത്യേകിച്ച് പറയാതെ ഷാനവാസ് പ്രത്യേകം പറയുന്നുണ്ട്, ഇവരുടെ ഒരു കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടത്തില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അവർക്ക് നല്ലതായിട്ട് നിന്നുകൊണ്ട് ഒരു 2 വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്, ഞാനൊരു മത്സരാർത്ഥിയാണ്, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നായിരുന്നു ഈ ഷാനവാസ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഷാനവാസ് ഈ പറയുന്ന ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഷാനവാസിന് തന്നെ അതൊരു മൈനസായി മാറും. ആങ്ങളെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പെങ്ങളുകുട്ടി എന്ന് പറയുന്നവര് ഈ ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തും, അതോടൊപ്പം തന്നെ ഈ അനുമോളെയും കുത്തും. അതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. പക്ഷെ അനുമോടെ ഭാഗത്തും തെറ്റുകളുണ്ട്, അത് ഉള്ളത് തന്നെയാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല സമയത്തും പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അനുമോൾ അങ്ങനെ 100% അങ്ങ് സത്യസന്ധത ഒന്നും ഉള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റേ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും